ദിവസം മരിച്ച ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വേർപാട് ഞങ്ങളുടെ നാടിനെ ആകെ വേദനയിൽ ആഴ്ത്തിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് കടുവയുടെ പ്രശ്നം കൂടിയായപ്പോൾ എല്ലാവരും വളരെ ഭീതിജനകമാണ്. സാധാരണക്കാരന്റെ ജീവിതം തീർത്തും ദുസ്സഹമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടല്ല, ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു നഷ്ടപരിഹാരത്തെക്കാൾ ഉപരിയായി സാധാരണക്കാരന് ജീവിക്കാൻ ആവശ്യമായ നിയമ ഭേദഗതികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഫെൻസിങ്, കിടങ്ങുകൾ അങ്ങനെയുള്ള ഒരു ആവശ്യം നാളുകളായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഇന്നുവരെയും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വേണ്ടപ്പെട്ട ഭരണാധികാരികൾ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഈ പടമല കുന്നിനപ്പുറത്തേക്ക് പോയിട്ടുള്ള വലിയ പ്രശ്നമാണ്. ഈ പള്ളിയുടെ സമയം, കുർബാന സമയം വരെ മാറ്റി. ഇന്ന് രാവിലെ ആരാധന തുടങ്ങുമ്പോഴാണ് ഇവിടെ അയ്യോ കടുവ, പുലി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. പുലിയുണ്ടേ ഓടിവായെന്നും പറഞ്ഞുള്ള ഒച്ച ചെയ്ത് പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ ഇറങ്ങി ഓടി. നേരത്തെ ഇത് കയറി പോയെന്ന് തോന്നുന്നു. അത് വലിയ അപകടമാണ്, ഭയാനകമാണ്. ഇവിടെയുള്ള ആർക്കും ധൈര്യപൂർവ്വം പകല് പോലും പുറത്തിറങ്ങത്തില്ല. ഇവിടെ കൊച്ചുമക്കളുണ്ടല്ലോ, അവരെ ഓർത്ത് കുഞ്ഞുങ്ങൾ റോഡിലിറങ്ങാതെ വീട്ടിൽ കുത്തിയിരിക്കുവോ? പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ, പിന്നെ ആരാധനാലയങ്ങളിൽ പോകണ്ടേ, പിന്നെ കടകളിലേക്ക് ആവശ്യങ്ങൾക്ക് പോകണ്ടേ, പിന്നെ കുടുംബങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും തന്നെ 99% പാലുകൊണ്ട് ഈ പശുവിനെ വളർത്തി ജീവിക്കുന്നവരാണ്. അവര് രാവിലെ 4-3:30 മുതൽ ഇങ്ങോട്ട് ഏറ്റ് പശുവിനെ കറന്ന് പാല് കൊടുക്കണം രാവിലെ. അങ്ങനെയാണ്. പിന്നെ അതുമല്ല, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള പലരും പോയി പുല്ല് എത്തിക്കൊണ്ടെന്ന് പശുവിന് കൊടുത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെ ഈ ജനം പുറത്തിറങ്ങുന്നത്? എന്നിട്ട് ഇവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിലേറിയവരും ഈ ജനം ഇതുപോലെ ഉണ്ടാക്കുന്ന കാശ് ടാക്സ് ആയിട്ട് മേടിച്ച് ശമ്പളം വാങ്ങുന്നവരും ഇതേ ജനത്തെ നശിപ്പിച്ചാലുള്ള അവസ്ഥ എന്നതാ. ഇവരെന്നാ ചെയ്യുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ആന വന്നപ്പോൾ വലിയ ഇതൊക്കെ പറഞ്ഞിട്ട് പോയി. അതല്ലാതെ ആനയെ ഇതുവരെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? എത്ര പേരെ കൊന്ന ആനയാ? ഇനി റേഡിയോ കോളറുള്ള ആന അപകടകാരിയാണെന്ന് ആർക്കും അറിയത്തില്ലാത്ത, എന്നിട്ട് ഇവരെന്താ ചെയ്തത്? അന്ന് ആ അജീഷിന് പറ്റിയത് ഈ ആന ഇങ്ങോട്ട് കടന്ന് 2-3 മണിക്കൂറുകളുണ്ടല്ലേ, 2-3 ദിവസങ്ങളായി ഈ ഭാഗത്തുണ്ട്. അന്ന് ഈ അധികാരികൾക്ക് വെറുതെ ഒരു മൈക്ക് കെട്ടിവെച്ചിട്ട് ഈ അപകടകാരിയായ ആന ഇവിടെ ഉണ്ട്, ആരും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആരെങ്കിലും ഇറങ്ങുകയല്ല. ജീവൻ പോയ ഇവർക്കൊരു ആഘോഷമാണ്. ഇപ്പൊ അതാ കാണുന്നത്. എന്നിട്ട് അതിനെതിരെ പ്രതിഷേധിച്ച ഉടനെ കേസായി, ഇതായി. ആര് പ്രതിഷേധിച്ചാൽ അവർ നോട്ടപ്പുള്ളികളാണല്ലോ. ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കാൻ പറ്റും. അവിടെ ഇവിടെ ഒക്കെ ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഫോറസ്റ്റിലേക്ക് ആരും കയറണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മൃഗങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇനി ഫോറസ്റ്റിൽ മൃഗങ്ങൾ നിൽക്കണമെങ്കിൽ ആദ്യം അമിതമായി പെരുങ്ങുന്നതിനെ കൊന്നേ പറ്റുള്ളൂ. ഇനി അതല്ല, കാട്ടിൽ എന്ത് തീറ്റയുള്ള? കാട് നശിപ്പിക്കുന്ന ഈ കർഷകരാണോ? കാട്ടിൽ അക്കേഷ്യ വെച്ചത് ഈ കർഷകരാണോ? കാട്ടിൽ തേക്ക് വെച്ചത് ഈ കർഷകരാണോ? കാട്ടിൽ യൂക്കാലിപ്സ് വെച്ച ഈ കർഷകരാണോ? ഇതൊന്നും സ്വാഭാവിക വനത്തിൽപ്പെട്ട മരങ്ങളെ അല്ല. സ്വാഭാവിക വനത്തിൽ മാത്രമേ മൃഗങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കൃത്രിമമായിട്ട് വെച്ച് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് ലാഭം നോക്കി വെക്കുന്ന തേക്ക് അല്ലെങ്കിൽ ഈട്ടി, അക്കേഷ്യ, യൂക്കാലി ഇതൊന്നും മൃഗങ്ങൾക്ക് ഭക്ഷണയോഗ്യമല്ല, സ്വാഭാവിക വനമല്ല. ഇതൊന്നും ഇല്ല. പിന്നെ അവിടെ വെള്ളമില്ലെങ്കിൽ കുളം കൊത്തി കൊടുക്കണം. എന്താ പ്രശ്നം? ഇതിനെല്ലാം ഫണ്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ജനത്തിന്റെ ഇടയ്ക്കോട്ട് അല്ലല്ലോ വരേണ്ടത്. ജനം ആരെങ്കിലും കാട്ടിലേക്ക് വെള്ളം കുടിക്കാൻ കയറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർ പൊക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ കാട്ടില് ഇതിനുള്ള തീറ്റ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ വനപാലകർക്കും അധികാരികൾക്കും ഉള്ളതാണ്. അല്ലാതെ ജനത്തിന്റെ ഇടയ്ക്കായിട്ട് അവര് ചക്ക ഉണ്ടാക്കുന്ന മാങ്ങ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത്. ജനങ്ങളാണ് ഈ പ്രശ്നക്കാരെന്ന് നാഴിക്ക് 40 വട്ടം വല്ല അറേഞ്ച്ഡായി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വേറെ വലിയ ലോബിയുടെ, ഇതിന് പിന്നെ ലോബികളൊന്നും ആർക്കും അറിയത്തില്ലാത്ത, ഇത് മുഴുവൻ വനമാക്കി മാറ്റാൻ ലോബികളുണ്ട്. അതിനിപ്പോൾ അധികാരികളൊക്കെ കൂട്ടുനിൽക്കും. പക്ഷെ ജനത്തിന് വേണ്ടി ഭരിക്കേണ്ടവർ ജനത്തിന് വേണ്ടി. ഇപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാത്ത പറഞ്ഞ ഉടനെ നോട്ടുപുള്ളികളാവും. അവർക്ക് പിന്നെ എവിടെയെങ്കിലും കിട്ടി അവരെ കൂച്ചുവേലം കിടും. അപ്പൊ ഇതുകൊണ്ട് ജനം എല്ലാ രീതിയിലും ഭയന്ന് കഴിയുക. ശരിക്കും മൃഗങ്ങളെ ഭയക്കുന്നതിനേക്കാളും പലപ്പോഴും ജനം അധികാരികളെ ഭയക്കുന്നുണ്ട്. അവിടെ മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞൊരു സംഭവം വേണ്ടേ? ഒരു പ്രാകൃത നിയമത്തിലേക്കും പ്രാകൃത ശൈലിയിലേക്കും പോയി കഴിയുമ്പോൾ നമ്മൾ ആരെയും ആശ്രയിക്കുന്നത്? ഇവിടെ ഒരു ജനത്തിന് അത്യാവശ്യമെന്ന് നമ്മളൊരു മറ്റു പ്രശ്നം ഉടനെ പോലീസ് സഹോദരങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ വനത്തിലുമായിട്ട് ബന്ധം അവരുടെ അടുത്തേക്ക് ഇല്ലും. അവർ കൈ മലർത്തിയ പിന്നെ ഈ ജനം എന്താ ചെയ്യേണ്ടത്? അവരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്.
അല്ലാതെ വെറുതെ അല്ല അവരെ എന്തായാലും വലിയ പ്രതിഷേധം, രോഷം അണപൊട്ടി ഒഴുകുന്ന സാഹചര്യം. കാരണം നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു ദുരന്തം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ആ ദുരന്തത്തിന് കാരണക്കാരനായ ആനയെ തെരഞ്ഞുള്ള ദൗത്യം ഇനിയും എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ഓരോ ദിവസവും രാവിലെ തെരച്ചിൽ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ആനയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, ആനയെ മയക്കോട് വെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജനങ്ങളിൽ ഭീതി വിതച്ചുകൊണ്ട് ഒരു കടുവ എത്തിയിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് ലിസി എന്ന വീട്ടമ്മ ഈ കടുവയുടെ ഒരുപക്ഷെ ഉണ്ടാവാൻ ഇടയുണ്ടായിരുന്ന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ വീട്ടമ്മയെ താണ്ടി ഈ കുന്നിൻ ചെരുവിലേക്ക് കടുവ